തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകി. കമ്മീഷണർ അങ്കിത് അശോകൻ ആചാരപരമായ ചടങ്ങുകളിൽ അടക്കം തടസ്സമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് ഹർജി. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ പോലീസ് പാദരക്ഷ ധരിച്ചു കയറി വടക്കുംനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനെ തടഞ്ഞുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തായാലും തൃശൂർ പൂരം മുടക്കാനുള്ള ആ ഒരു ശ്രമം അത് പകുതിയോളം വിജയിച്ചു. എന്തായാലും ആ ഒരു വിഷയം കോടതി കയറുകയാണ്. ഈ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബോധിപ്പിച്ചിരിക്കുന്നത്? കോടതി എപ്പോഴാണിത് പരിഗണിക്കുക? ലക്ഷ്മി, തൃശൂർ പൂരം പോലീസ് അലങ്കോലപ്പെടുത്തിയതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം തുടരുന്നതിനിടയിൽ തന്നെയാണ് ഹൈക്കോടതിയിലും ഹർജി എത്തിയിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി സുധാകരനാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ പോലീസ് തൃശൂർ പൂരത്തിന്റെ ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ അടക്കം തടസ്സപ്പെടുത്തി. കുത്തുവിളക്ക് കൈകാര്യം ചെയ്ത വ്യക്തിയടക്കം അവരെ തടയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. മാത്രവുമല്ല, വടക്കുംനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനെ അടക്കം തടഞ്ഞ സാഹചര്യമുണ്ടായി. കൂടാതെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ട് കൂടി പാദരക്ഷ ധരിച്ചു കയറി തുടങ്ങിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഹർജി എത്തിയിരിക്കുന്നത്. അങ്കിത് അശോകനെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജിയെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നുകൂടി ഈ ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്ക് 1:45 പരിഗണിക്കുക. മാത്രവുമല്ല, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് അങ്കിത് അശോകനെതിരെ ഒരു അന്വേഷണം നടത്തി വകുപ്പ് തല നടപടി സ്വീകരിക്കാനായിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നുകൂടി ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ കഴിഞ്ഞ 2 തവണ പൂരം നടത്തിപ്പിൽ, അതായത് കഴിഞ്ഞ 2 വർഷങ്ങളിലെ പൂരത്തിൽ ഇത്തരത്തിൽ പോലീസിന്റെ ലാത്തി ചാർജ് ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഭക്തർക്ക് പോലീസിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആചാരപരമായിട്ടുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനുള്ള കർശന നിർദ്ദേശം കൂടി ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ എന്നുള്ള രീതിയിൽ നൽകണമെന്ന് ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഭരണഘടനയുടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ വഹിക്കുക എന്നുള്ള അവകാശം അത് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ടെന്ന് കൂടി ഹർജിക്കാരൻ ഈ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതി ഉച്ചയ്ക്കായിരിക്കും പരിഗണിക്കുക. ഇത് പരിഗണിക്കുന്ന വേളയിൽ പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ഇതിന്റെ എതിർകക്ഷികളായിട്ടുള്ള സംസ്ഥാന പോലീസ് മേധാവി, അതോടൊപ്പം തന്നെ സർക്കാർ, ആഭ്യന്തര വകുപ്പ് തുടങ്ങിയവർക്ക് നോട്ടീസ് അയക്കാനായിരിക്കും ഹൈക്കോടതി ഒരു നടപടി ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും പരാമർശങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതും നിർണായകമായേക്കും. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയോടും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ്, സർക്കാർ എന്നിവർക്ക് ഈ അങ്കിത് അശോകനെതിരെ നടപടി സ്വീകരിക്കാനും അന്വേഷണം നടത്താനുമായിട്ട് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. അതോടൊപ്പം തന്നെ ഇനി വരും വർഷങ്ങളിൽ തൃശൂർ പൂരത്തിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടുള്ള കർശന നടപടി കൂടി ഹൈക്കോടതി സ്വീകരിക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യമെന്നുള്ള രീതിയിൽ ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ പോലീസിന്റെ ഒരു രീതി അല്ലെങ്കിൽ പോലീസിന്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അവിടുത്തെ ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതാണ്. പക്ഷെ തൃശൂർ പൂരത്തിൽ ഭക്തരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവർക്ക് മേൽ ലാത്തിചാർജ് നടത്തുന്ന രീതിയിലേക്ക് പോലീസിന്റെ നടപടികൾ മുന്നോട്ട് പോയി. മാത്രമല്ല, വർഷങ്ങളായിട്ടുള്ള ആചാരപരമായിട്ടുള്ള അനുഷ്ഠാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോലീസിന്റെ ഈ ഇടപെടലോടുകൂടി തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. രേഷ്മ, ശ്രീ പി സുധാകരൻ പറഞ്ഞതുപോലെയാണ് ഈ ആചാരപരമായ കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവരെ ഡ്യൂട്ടിക്ക് ഇടുന്നു. അതിന് ബ്രീഫ് ചെയ്യേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു ബ്രീഫിംഗ് നടത്തുന്നുമില്ല എന്നുള്ള ഒരു വിഷയം ശബരിമലയിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇപ്പോൾ തൃശൂർ പൂരവും അലങ്കോലപ്പെട്ട സാഹചര്യം, എന്തായാലും ആ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിലേക്ക് ഈ വിഷയമായി അദ്ദേഹത്തിന് പോകേണ്ടി വന്നത് എന്നുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് കോടതി വിഷയം പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം മറികടന്നുകൊണ്ടാണല്ലോ ബൂട്ടിട്ടുകൊണ്ട് തന്നെ പ്രദക്ഷിണ വഴിയിൽ പോലീസുകാർ നിന്നത്. അതൊക്കെ വലിയ ഗൗരവത്തോടെ തന്നെ കോടതി നോക്കിക്കാണും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ.
ലക്ഷ്മി, പോലീസിന്റെ ജോലി എന്ന് പറയുന്നത് ക്രമസമാധാനം പാലിക്കുക എന്നുള്ളതാണ്. മറിച്ച് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്കോ വിഘ്നം വരുത്തുക എന്നുള്ളതല്ല. പക്ഷെ തൃശൂർ പൂരത്തിനെ സംബന്ധിച്ച് അവിടെ പോലീസിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും മഠത്തിൽ വരവ് അടക്കമുള്ള ചടങ്ങുകളിൽ പോലീസ് ഇടപെട്ടുകൊണ്ട് ഒരു തടസ്സം സൃഷ്ടിച്ച സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇതിലെതിരെ ജനകീയമായിട്ടുള്ള പ്രതിഷേധം ഉയർന്ന സമയത്ത് ലാത്തിചാർജാണ് പോലീസ് നടത്തിയത്. ഇത്തരത്തിൽ ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം എടുത്തു പറയേണ്ടതാണ്. അതായത് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തൃശൂർ പൂരത്തിൽ പോലീസിന്റെ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനത്തിന്റെയോ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഹൈക്കോടതി ഇടപെടണം. മാത്രവുമല്ല, അത്തരത്തിലുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കൂടി ഹൈക്കോടതി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. എന്തായാലും മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുക എന്നുള്ളത് ഭരണഘടന അനുശാസിക്കുന്ന അവകാശമാണ്. അത് ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യം കൂടി ഹർജിക്കാരൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്കിത് അശോകനെതിരെ അന്വേഷണം മാത്രമല്ല, ഒരു നടപടി കൂടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഹൈക്കോടതിയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ ഹർജിയിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ഇനി ഏറെ നിർണായകം. പ്രത്യേകിച്ച് ഭക്തരുടെ ഉള്ളിലൊക്കെ തന്നെ അവരുടെ വികാരങ്ങൾ വ്രണപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ അങ്കിത് അശോകൻ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച സമയത്ത് മുകളിൽ നിന്നുള്ള ഓർഡർ ആണ് എന്നതടക്കമുള്ള ഒരു ന്യായീകരണമാണ് നൽകിയത്. അത്തരത്തിൽ പോലീസിന് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലോ കോടതിയുടെ ഉത്തരവ് പോലും കൊണ്ട് ഇടപെടേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി, ഇതൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിന് ജുഡീഷ്യൽ തലത്തിലുള്ള ഒരു അന്വേഷണം തന്നെയാണ് അനിവാര്യമെന്നാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ തല അന്വേഷണം വേണമെന്ന് പൊതുജന സമൂഹവും ആവശ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയിലും അത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹർജി എത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ഹർജി 1:45 ഇന്ന് 1:45 പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഏതൊക്കെ തലത്തിലാണ് ഈ ആക്ഷേപങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.